എവർ ഹെഡ് അബൌട്ട് CBSE's PYQ സ്കാം? CBSEയുടെ PYQ സ്കാമിനെ പറ്റി മക്കൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ ഒരുപാട് PYQs ഇത്രയും കാലം ചെയ്ത് പഠിച്ചു. PYQ സീരീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഒട്ടനവധി PYQs ഇത്രയും ദിവസത്തിനുള്ളിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു വീഡിയോ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ 2020 കമ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 കമ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? സർഫസ് ഏരിയയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വെൽ ഈസ് ഓഫ് ഡയമീറ്റർ 3 meter is dug 14 meter deep. To the earth taken out of it has been spread evenly all around it in the shape of a circular ring of width 4 meter to form a platform. Find the height of the platform. അതായത് ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. കിണറിന്റെ ഡയമീറ്റർ അവർ തന്നിട്ടുണ്ട്. എത്രയാണ് ഡയമീറ്റർ? കിണറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 meter ആണ്. സോ ദാറ്റ് അതിന്റെ റേഡിയസ് എത്രയാ വരിക? 3/2. ആൻഡ് അതിന്റെ ഡെക് that well is dug 14 meter deep. That means well എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടർ ആണ്. അതിന്റെ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് എത്രയാ? 14 meter. ഹൈറ്റ് 14 meter. ഹൈറ്റ് 14 ആണ്. ഹൈറ്റ് h 14. ഓക്കെ ഫൈൻ. അങ്ങനെ കിണർ കുഴിച്ചിട്ട് കിട്ടിയ മണ്ണ് എർത്ത് ടേക്കൺ ഔട്ട് ഓഫ് ഇറ്റ് ഹാസ് ബീൻ സ്പ്രെഡ് ഇവൻലി ഓൾ അറൗണ്ട് ഇറ്റ്. അതായത് അങ്ങനെ കിണർ കുഴിച്ച് കിട്ടിയ മണ്ണ് അവരെന്ത് ചെയ്തു? ആ കിണറിന്റെ ചുറ്റിലും പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഓൾ അറൗണ്ട് ഇറ്റ്, അതിന് ചുറ്റിലും ആ മണ്ണിട്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ചുറ്റിലുമാണേ, ഓൾ അറൗണ്ട് ഇറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കുലർ റിംഗ്. ഒരു സർക്കുലർ റിംഗിന്റെ ഷേപ്പിലുള്ള പ്ലാറ്റ്ഫോം. അതിന്റെ വിഡ്ത്ത് എത്രയാ? ആ പ്ലാറ്റ്ഫോമിന്റെ വിഡ്ത്ത് 4 meter ആണ്. പ്ലാറ്റ്ഫോമിന്റെ വിഡ്ത്ത് 4 meter ആണ്. അഥവാ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചില്ല. മേലെ നിന്ന് നോക്കിയാലേ, നമ്മളൊരു ഡ്രോണിൽ പറത്തിയിട്ട് മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയോടാ? കിണർ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് കിണറിന്റെ വട്ടം, ഇതാണ് കിണർ. നമ്മൾ മേലെ കൂടി ഒരു ഡ്രോൺ പറത്തി താഴോട്ട് നോക്കുമ്പോൾ ഇതാണ് കിണർ, ഇതതിന്റെ ചുറ്റിലുള്ള പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാവും. ആ പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു വിഡ്ത്തിനെയാണ് അവർ പറഞ്ഞത് എത്ര? വിഡ്ത്ത് 4 meter എന്ന് പറഞ്ഞത്. ഈ ഒരു വിഡ്ത്താണ് 4 meter അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് എത്ര ഉണ്ടാവും എന്നാ ചോദിക്കുന്നത്. അതായത് കിണർ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഉണ്ടാവും, കിണർ ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ ചുറ്റിലും കിണർ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റിലുള്ള പ്ലാറ്റ്ഫോം ഇത്ര, ഈ ഒരു ഹൈറ്റിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. പ്ലാറ്റ്ഫോം വരച്ചിരുന്നത് വൃത്തിയിൽ വരച്ച. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ഹൈറ്റ് എത്ര ഉണ്ടാവുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഫിഗർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നിങ്ങളിത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വിഡ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സംഭവം സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എർത്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന മണ്ണ്, അതാണ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആ പുറത്തേക്ക് എടുക്കുന്ന മണ്ണിന്റെ വോളിയം പ്ലാറ്റ്ഫോമിന്റെ വോളിയം ഈക്വൽ ആണ്. അതിൽ പ്ലാറ്റ്ഫോമിന്റെ വോളിയം എഴുതുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, പുറത്തേക്ക് എടുക്കുന്ന മണ്ണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ആ സിലിണ്ടറിന്റെ വോളിയം. ആ കിണർ കുഴിച്ചിട്ടെടുക്കുന്ന മണ്ണാണല്ലോ പുറത്തേക്ക് എടുക്കുന്ന മണ്ണ്. അതായത് കിണർ കുഴിച്ചെടുക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? കിണറിന്റെ വോളിയം. കിണർ എന്ന് പറഞ്ഞാൽ എന്താ? കിണറാണ് വെല്ലാണ്, അതല്ല. വെൽ എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടറിന്റെ വോളിയം എന്താ? πr². ഓക്കെ, സോ വോളിയം ഓഫ് സിലിണ്ടർ എന്താ? π × 22/7 × r². r എന്ന് പറഞ്ഞാൽ 3/2 ആണ് അല്ലെ? സോ 3/2 × 3/2 × ഹൈറ്റ് എത്രയാ? വെല്ലിന്റെ ആഴം, ഡെപ്ത് എത്രയാ? 14. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ വെല്ലിന്റെ വോളിയം ആണ് എന്തിന്റെ വോളിയം? പ്ലാറ്റ്ഫോമിന്റെ വോളിയം. ഓക്കെ, പ്ലാറ്റ്ഫോമിന്റെ വോളിയം എങ്ങനെയാ കണ്ടുപിടിക്കാം? പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ആ കിണറിന്റെ ചുറ്റിലുമുള്ള ഒരു വിഡ്ത്ത്, ഒരു സർക്കുലർ റിംഗ് ആണ്. ആ റിംഗിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ആ റിംഗിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇത് മൊത്തത്തിൽ ഒരു സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന്റെ ടോട്ടൽ ഡയമീറ്റർ എത്ര വരും? ടോട്ടൽ റേഡിയസ് എത്ര വരും? ആ കിണറിന്റെ റേഡിയസ് എത്രയാ? 3/2. ഇത്രയും 3/2 ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് 4 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 3/2 + 4 അല്ലെ? 3/2 + 4 അത്രേ വരിക. 3/2 + 4 എന്ന് പറയുമ്പോൾ 4 അല്ലേ? യെസ്, 4 എന്ന് പറയുമ്പോൾ 2 4 8 3 11 11/2 11/2 അല്ലെ? 11/2. അന്നപ്പോ ആ ഒരു പോർഷന്റെ വോളിയം എത്ര വരും മക്കളെ? ആ ഒരു പോർഷന്റെ വോളിയം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു പോർഷന്റെ വോളിയം കിട്ടുന്നത്. ഈ ഒരു സിലിണ്ടർ അല്ല, അത് സിലിണ്ടറിന്റെ ഒരു തിക്നെസ് ആണ് അല്ലെ? ആ ഒരു തിക്നെസ്, അതിന്റെ വോളിയം എങ്ങനെയാ കിട്ടുക? അതിന്റെ എക്സ്റ്റേണൽ റേഡിയസ് വെച്ചിട്ട് ഒരു സിലിണ്ടർ ആയിട്ട് എടുക്കുക. അതേ മൈനസ് ഉള്ളിലുള്ള കിണറിന്റെ പോർഷൻ അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതായത് നമ്മളിപ്പോ കിണറിപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. കിണർ ഇങ്ങനെ ഉണ്ട്, അതിന്റെ ചുറ്റിലും ഇതാ ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാവുക? നമ്മളെ പ്ലാറ്റ്ഫോം ഉണ്ടാവുക കിണറിന്റെ ചുറ്റിലും അല്ലെ? അതപ്പോ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ വോളിയം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ടോട്ടൽ ഒരു സിലിണ്ടർ ആയിട്ട് എടുക്കാം, മൊത്തത്തിൽ ഒരു സിലിണ്ടർ ആയിട്ട് എടുക്കും. എന്നിട്ടോ ആ കിണറിന്റെ പോർഷന്റെ സിലിണ്ടർ, അത് കിണറിന്റെ പോർഷൻ ഒരു സിലിണ്ടർ ആണല്ലോ. ആ പ്ലാറ്റ്ഫോമിന് കണക്കാക്കിയുള്ള കിണറിന്റെ പോർഷൻ അതൊരു സിലിണ്ടർ ആണല്ലോ. ആ സിലിണ്ടറിന്റെ വോളിയം മൈനസ് ചെയ്താൽ എന്തെന്ന്? ആ ടോട്ടൽ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നമ്മൾ ഒരു സിലിണ്ടർ ആയിട്ട് എടുത്തിട്ട് ആ ടോട്ടലിന് ആ കിണറിന്റെ പോർഷൻ അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി അല്ലെ? അതെങ്ങനെ നമ്മൾ ചെയ്യാം? നോക്കിക്കോ. ആദ്യം ടോട്ടൽ എത്രയാ? റേഡിയസ് എത്രയാ? 11/2. അതപ്പോ അതെന്താ? സിലിണ്ടർ അല്ലെ? π ×
പൈ ഇൻറ്റു ആർ സ്ക്വയർ എത്രയാ 11/2 ഇൻറ്റു 11/2 ആർ സ്ക്വയർ ആയി ഇൻറ്റു ഹൈറ്റ് എനിക്ക് അറിയില്ല, പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എച്ച് എന്ന് എഴുതി. അതേ മൈനസ് പിന്നെ ആ പോർഷൻ ആ പ്ലാറ്റ്ഫോമിന് കണക്കാക്കിയുള്ള ആ പ്ലാറ്റ്ഫോമിന്റെ കറക്റ്റ് ഉള്ളിൽ വരുന്ന കിണറിന്റെ പോർഷൻ, പ്ലാറ്റ്ഫോമിന്റെ അതേ വിധത്തിൽ കിണറിന്റെ ഉള്ളിൽ വരുന്ന പോർഷൻ അതെന്താ പൈ ഇൻറ്റു, അതും സിലിണ്ടർ ആണ്, അപ്പൊ അത് മൈനസ് ചെയ്യണം. എത്രയാ വരിക പൈ ഇൻറ്റു ആർ സ്ക്വയർ. അവിടുത്തെ റേഡിയസ് എത്രയാ, കിണറിന്റെ റേഡിയസ് എടുക്കേണ്ടത്. കിണറിന്റെ റേഡിയസ് എത്രയാ 3/2 ഇൻറ്റു ഹൈറ്റ്. അതെന്തിന്റെ ഹൈറ്റാ, എന്തിന്റെ ഹൈറ്റ് അവിടെ വരിക, കിണറിന്റെ ഹൈറ്റ്, ആ പ്ലാറ്റ്ഫോം കിണറിന്റെ ഹൈറ്റ് അല്ല പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ്, ദാറ്റ് ഈസ് എച്ച് അല്ലെ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് അതേപോലെ തന്നെ എഴുതുന്നു. 22/7 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 14 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്ക് ഇവിടെ നമുക്ക് എന്താ പൈ കോമൺ ആണ്, പൈ ഉണ്ട് രണ്ട് സ്ഥലത്തും അല്ലെ, രണ്ടിടത്തിലും പൈ ഉണ്ട്, രണ്ട് ടൈമിലും പൈ ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഒരു 2 പിന്നെ ഒരു എച്ചും കോമൺ ആയിട്ടുണ്ട്. സോ ടോട്ടൽ അതൊക്കെ നമുക്ക് പുറത്തെടുക്കാം. എന്തൊക്കെ പൈ പുറത്ത് വരും, പിന്നെ ഒരു എച്ചും പുറത്ത് വരും ന്യൂമറേറ്ററിൽ. താഴെ 2 × 2 4 വരും അല്ലെ. ടോട്ടൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ പുറത്തെടുത്തു. ബ്രാക്കറ്റിന്റെ അകത്ത് ബാക്കി എന്താ വരിക, ഒരു 11 × 11 അഥവാ 11 സ്ക്വയർ മൈനസ് ഇവിടെയോ 3 × 3 3 സ്ക്വയർ. ഇത്രയും സാധനങ്ങളാണ് ബ്രാക്കറ്റിനുള്ളിൽ വരിക. ഓക്കെ, രണ്ട് സൈഡിലും പൈ ഉണ്ട്. ഇതാ പൈ വെട്ടിപ്പോയി, ഇവിടെ ഉള്ള 22/7 പൈ അതും പൈ ആണ് വെട്ടിപ്പോയി. പിന്നെ രണ്ട് സൈഡിലും ഡിനോമിനേറ്ററിൽ ഇവിടെ 2 × 2 ഉണ്ട് 4, അവിടെ ഡിനോമിനേറ്ററിൽ 4 ഉണ്ട് വെട്ടിപ്പോയി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, മേലെ 3 × 3 × 14 ആണ് ബാക്കിയുള്ളത്. 3 × 3 × 14 ദാറ്റ്സ് ഈക്വൽ ടു അവിടെ എത്ര വരിക, h ഇൻറ്റു 11 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് a സ്ക്വയർ. നമുക്ക് 11 സ്ക്വയർ 121 മൈനസ് 3 സ്ക്വയർ 9 എടുക്കാം. ഇനി അതല്ലെങ്കിൽ 11 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്രയാ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോർമാറ്റിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 11 + 3 ദാറ്റ് ഈസ് 14 ഇൻറ്റു a മൈനസ് ബി എത്രയാ 8 അല്ലേ. ഓക്കെ, സോ h കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 14 × 8 അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ 14 രണ്ട് സൈഡിലോട്ട് കട്ടായി പോയി. അപ്പൊ എത്ര വരിക, ഇവിടെ 3 × 3 ഉണ്ട്, 3 × 3 അതിന്റെ അടുത്തോട്ടേക്ക് ഇൻറ്റു 8 കൊണ്ടുവന്നാൽ ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് 9 ഡിവൈഡഡ് ബൈ 8 കിട്ടും. 9/8 എന്ന് പറഞ്ഞാൽ 1 സംതിങ് കിട്ടും നിങ്ങൾക്ക്, 1.125. ഒരു മിനിറ്റ്, കാൽക്കുലേഷൻ ശരിയല്ലേ ഒന്ന് നോക്കിക്കാട്ടെ. 9/8 എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, നോക്കട്ടെ. 9 ഡിവൈഡഡ് ബൈ 8 1.125. ഇതാണ് ഇവിടുത്തെ ഹൈറ്റ് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പ്ലാറ്റ്ഫോം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇത് 2020 കമ്പാർട്ട്മെന്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്വസ്റ്റ്യൻ ആണോ, അല്ല, PYQ സ്കാം എന്താണെന്നാണ്. അപ്പൊ 2020 ഈ ക്വസ്റ്റ്യൻ പഠിച്ചൊരു കുട്ടി, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട ഒരു കുട്ടി, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി CBSE എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു, PYQs ഒക്കെ പഠിച്ചു. ആ കുട്ടി പിന്നെ 2022 എക്സാം എഴുതാൻ പോവാ. 2022 കമ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ കുട്ടി കണ്ടു. ഇത് ഞാൻ 2020 പഠിച്ച ക്വസ്റ്റ്യനാ, സെറ്റ് എന്ന് വിചാരിച്ച എക്സാം എഴുതാൻ തുടങ്ങി. കുട്ടി എന്ത് എഴുതി, 20 മീറ്റർ ഡീപ്പ് വെല്ലാണ്. ഓക്കെ, വെല്ലിന്റെ ആഴം എത്രയാ, അത് ഹൈറ്റ് ആണ്, അത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. ഓക്കെ, അതിന്റെ ഡയമീറ്റർ എത്രയാ, 7 ആണ്. ഡയമീറ്റർ 7 ആണെങ്കിൽ റേഡിയസ് എത്ര വരും, 7/2 വരും. പിന്നെ ആൻഡ് എർത്ത് പുറത്തേക്ക് എടുത്തു, അതെന്താക്കി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി 22 മീറ്റർ ബൈ 40 മീറ്റർ. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്, നേരത്തെ സർക്കുലർ റിംഗ് ആയിരുന്നു. ഇവിടെ എന്ത് പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ ചുറ്റിലും മറ്റേ നമ്മുടെ ഏത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്, 22 മീറ്റർ ബൈ 14 മീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ക്യൂബോയിഡ് ആണ് പ്ലാറ്റ്ഫോം, ക്യൂബോയിഡൽ ഷേപ്പുള്ള പ്ലാറ്റ്ഫോമാണ്. അന്ന് എന്ത് ചെയ്യണം, ആ ക്യൂബോയിഡിന്റെ വോളിയം മൈനസ് സർക്കിളിന്റെ ഉള്ളിലുള്ള വോളിയം, അല്ല സിലിണ്ടർ കിണറിന്റെ ഉള്ളിലുള്ള ആ വോളിയം മൈനസ് ചെയ്തിട്ട് ക്യൂബോയിഡിന്റെ വോളിയം മൈനസ് ചെയ്യണം. അല്ലാണ്ട് പുറത്തുള്ള സിലിണ്ടറിന്റെ വോളിയം അല്ല മൈനസ് ചെയ്യേണ്ടത്, ക്യൂബോയിഡിന്റെ വോളിയം എന്ത് മൈനസ് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിംഗിന്റെ വോളിയം, കിണറിന്റെ വോളിയം മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും, പുറത്തേക്ക് എടുത്ത മണ്ണിന്റെ ആൻസർ കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. കാരണം കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, പ്രത്യേകം അവർ പറയുന്നുണ്ട് ആ പുറത്തെടുത്ത മണ്ണ് ഹാസ് ബീൻ സ്പ്രെഡ് ഇവൻലി ഓൾ അറൌണ്ട് ഇറ്റ്, അതിന് ചുറ്റിലുമാണ് ഇട്ടത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ നോക്ക്, ആ വേർഡ് അവിടെ ഉണ്ടോ, അവര് കുഴിച്ചെടുത്ത മണ്ണ് എർത്ത് ഫ്രം ഡിഗിങ് ഈസ് ഇവൻലി സ്പ്രെഡ് ഔട്ട്, ഇവൻലി സ്പ്രെഡ് അറൌണ്ട് എന്നല്ല, ഇവൻലി സ്പ്രെഡ് ഔട്ട്, പുറത്തേക്ക് എന്താക്കി ഒരേ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചു. എന്ത് ഫോമില്, ക്യൂബോയിഡൽ ഫോമില്. അതായത് അത് കിണറിന് ചുറ്റുമെന്ന് ഇവരിവിടെ പറയുന്നില്ല, കംപ്ലീറ്റ് തെറ്റിപ്പോവും, ഒരു മാർക്കും കിട്ടാത്ത അവസ്ഥയായി പോവും. അന്നപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാ, ഇതൊന്നുമില്ല. പുറത്തേക്ക് എടുത്ത മണ്ണിന്റെ അളവ് എത്രയാ, വോളിയം എത്രയാ, പൈ ഇൻറ്റു 22/7 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എച്ച് അല്ലേ, റേഡിയസ് എത്രയാ, കിണറിന്റെ ഡയമീറ്റർ എത്രയാ 7 അല്ലേ, അപ്പോൾ 7/2 ഇൻറ്റു 7/2 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാ, ഹൈറ്റ് എത്രയാ
ഡി ഇപ്പൊ 20 ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ ക്യൂബോയിഡിന്റെ വോളിയം 3 LBH. അപ്പൊ 22 into 14 into ഹൈറ്റ് അറിയില്ല 22 into 14 into ഹൈറ്റ് h ആയിട്ട് എടുത്തു. ഓക്കെ, രണ്ട് സൈഡിലും ന്യൂമറേറ്ററിൽ 22 ഉണ്ട്, 22 കട്ടായി പോയി. ഓക്കെ, ഇനി എച്ച് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻറ്റു 14 അങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു അപ്പുറം എന്തൊക്കെ ഉണ്ട്? 7 into 7 into 20 ന്യൂമറേറ്ററിൽ 7 into 7 into 20 ന്യൂമറേറ്ററിൽ. ഓക്കെ, അടിയിലോ 2 into 2 4 ഉണ്ട്, പിന്നെ ഒരു 7 ഉണ്ട് അല്ലേ. അപ്പോൾ 7 into 4 അതിൻ്റെ അടുത്തോട്ടേക്ക് ഇൻറ്റു 14 പോയാൽ ഡിവൈഡ് ബൈ 14 അടിയിലേക്ക് 14 പോയി. ഓക്കെ, നോക്കുക ഇവിടെ 7 7 കട്ടായി പോയി. പിന്നെ മേലത്തെ ഒരു 7 താഴത്തെ 14 കട്ടായി. 7 by 14 എത്ര വരും? അടിയിൽ 2 വരും. ഓക്കെ, പിന്നെ 20 by 2 ദാറ്റ് ഈസ് 10. പിന്നെ 10 by 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് 5 by 2. 5 by 2 മീൻസ് 2.5 മീറ്റർ എന്ന ആൻസർ കിട്ടി. 2.5 മീറ്റർ. കഴിഞ്ഞ ദിവസം ഞാൻ യൂണിറ്റ് ഇട്ടില്ലേ? 1.125 മീറ്റർ ആണ്. മീറ്റർ അല്ല എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത്, എല്ലാം മീറ്റർ ആണ്. ഓക്കെ, യൂണിറ്റ് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നപ്പോൾ ഇവിടെ കറക്റ്റ് LBH എടുത്താൽ മതിയായിരുന്നു, പക്ഷെ അവിടെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ പല കുട്ടികളും PYQs പഠിച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഓവർ കോൺഫിഡൻസ് വരും. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ട് വരരുത്. കാരണം കഴിഞ്ഞ PYQs അതേ രീതി ചോദിക്കും, പക്ഷെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ ആൻസറിനെ കംപ്ലീറ്റ്ലി തെറ്റിക്കാൻ, നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിച്ചിട്ട് നമ്മൾ ഒരു മാർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച PYQs അതേപോലെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളെ വല്ലാതെ ഓവർ കോൺഫിഡൻസ് കയറ്റിയിട്ട് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ ആയി പോവരുത്. ഓക്കെ, സോ എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധിക്കുക. നിങ്ങൾ PYQs വരുന്ന സമയത്ത് പണ്ട് പഠിച്ച ക്വസ്റ്റ്യൻ, പണ്ട് കണ്ട ക്വസ്റ്റ്യൻ, പണ്ട് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഹിഡൻ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കുക. ഈ സ്കാമിൽ വീഴാതിരിക്കുക. കാരണം ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ അതേപടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപടി ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെന്തെങ്കിലും ഒന്നും ഉദ്ദേശിക്കില്ലോ. ആ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക. PYQs അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും, പക്ഷേ സ്ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ആ വ്യത്യാസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നല്ല രീതിയിൽ പഠിച്ചോളാം, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കോളാം. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബൈ.